നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സെർവറിന്റെ ഒരു ടൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഈ സെർവറിന്റെ പേര് പിസ്സ ആണ്. ഇത് ഞങ്ങൾ വെറുതെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ ഉണ്ടാക്കിയതാണ്. ഞങ്ങള് സത്യം പറയാലോ ആരൊന്നും കണ്ടിട്ടില്ല. കൂടിപ്പോയി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡിസ്കോഡിൽ നിന്നൊക്കെ കണ്ടുപിട്ടിയ കുറച്ച് പ്ലേയേഴ്സിനായിട്ടൊക്കെയാണ് ഈ സെർവർ ഉണ്ടാക്കുന്നത്. സത്യം പറയാലോ ഒരു അങ്ങനത്തെ പ്ലേയേഴ്സ് ഞങ്ങളിപ്പോ അത്ര നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കും സെർവർ ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കി എന്നാണ് ഇതൊക്കെ. സെർവറിന് ടൂറാണ് ഞാൻ നടത്താൻ പോണേ. സെർവർ എത്ര എഫിഷ്യന്റ് ആണ് ടൂറ്. ഇപ്പോ ഫസ്റ്റ് വരും. ഇവിടെ നമുക്ക് ബീഫ് ഫാർമും വെച്ചാല് ഫുഡിന് വേണ്ടി സെപ്പറേറ്റ് സംഭവം ഇവിടെ കൃത്യം പറയല്ലോ. ഞങ്ങൾ ഫുഡിന് കുറച്ച് ഇവിടെ ഒരാളുടെ അയാള് ഇതൊക്കെ ഈ ഫാർമൊക്കെ ഞാനാണ് ഇത് ഉണ്ടാക്കിയ ഇപ്പൊ നടത്തിക്കൊണ്ടുപോകണത്. ഇതൊരു ഷീപ്പ് ഫാർം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷീപ്പ് ഫാർം. ഒരു അയൺ ഫാർം അല്ല മറ്റേ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടായിരുന്നു. അയൺ ഫാർം അതെടുത്ത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ബ്രീഡർ ഉണ്ട്. ബ്രീഡർ സത്യം പറയല്ലോ മൂജി പോയിക്കണ പറയാ. മൂജി പോയിക്കണെന്നാ കാണിച്ചാൽ കഴിച്ച് അറിയാണ്ട് പറഞ്ഞ കേട്ടോ. എഫിഷ്യൻറ്റ് പറഞ്ഞാൽ അജാതി എഫിഷ്യൻ്റ്. നല്ല വില്ലേജൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ തിരക്കാണെങ്കിൽ കാണിക്കുള്ളൂ. ഇതൊന്നല്ല, ഇത് അങ്ങോട്ട് സെക്ഷൻ ഉണ്ട്. അവിടെ അപ്പുറത്തെ സെക്ഷൻ ഉണ്ട്. അതിപ്പോൾ മോബ് ഞങ്ങൾ റൈഡ് നടത്തിയപ്പോൾ അടച്ചു മൂടി ഇട്ടിക്കുക. നിത്യം ഞങ്ങൾ പിന്നെ വില്ലേജസിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കണ്ടേ, ഈ ലെവലിലേക്ക് കൊണ്ട് കൊണ്ടുവരണ്ടേ. ഇത് അവിടെ അയൺ ഫാർം ഉള്ളതുകൊണ്ട് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പാലം പോലെ കെട്ടിച്ചിങ്ങനെ. ഇതൊരു പാലാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ല അയൺ ഫാർമാണെന്ന് വേണമെങ്കിൽ പറയാം. അടിയിൽ അത്ര എഫിഷ്യൻ്റ് എന്ന് പറയാൻ പറ്റും. 2 വില്ലേജസ് അല്ല 2 സെക്ഷൻ ആയിട്ടാണ്. ഇതിലിപ്പോൾ ആണെന്നില്ല, ഇപ്പം തന്നെ ഒരുത്ത് വന്നിട്ടുണ്ടായിരുന്നു സെർവറിൽ. ഓനെല്ലാം കൂടി തൂക്കി വിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഞങ്ങൾ എഫിഷ്യൻ്റാണ് കേസ്. ഒറ്റല്ലെങ്കിൽ 2 അയങ്ങൾ വരും. ഇതിവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് തുറക്കാൻ പറ്റില്ല. ഈ സെർവറിൽ ഞാൻ കുറച്ച് റിച്ചാണ് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ. ഞാനാണ് ഈ സെർവർ എത്ര റിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം ഈ സെർവറിലുള്ളവരൊക്കെ കാണാം. അപ്പോൾ അവരൊക്കെ എന്താ പറയുക എന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെയൊന്നുമില്ല. സെർവറിൽ എല്ലാവരും ഒരേ ഒരു ലെവൽ തന്നെയാണ് വെച്ചാൽ. അങ്ങനെയൊന്നുമില്ല വെച്ചാൽ ഞങ്ങൾ ഈ സെർവറിൽ ഡയമണ്ട് വെച്ചിട്ട് ആർമേഴ്സും ഉണ്ടാക്കില്ല. ഇത് ഫുൾ ട്രേഡ് ചെയ്തിട്ടെടുത്തില്ല മാക്സിമം. പിന്നെ എൻചാൻമെൻറ്റിൻ്റെ ടേബിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ട്രേഡ് ചെയ്ത്. പിന്നെ ഒരുത്തൻ ഞങ്ങളെ എൻചാൻമെൻറ്റ് ടേബിളൊക്കെ എടുത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കുക. അത് പബ്ലിക് എൻചാൻമെൻറ്റ് ടേബിളായിരുന്നു. അപ്പോൾ അത് സ്വന്തം അവൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ച് ഗൈസ്. അതാണ് ഞങ്ങൾക്ക് എല്ലാവരും ദേഷ്യം പിടിച്ചിട്ട് പിന്നെ അവരെ സെർവറിനകത്ത് കളഞ്ഞി എന്നൊന്നും പറയാൻ പറ്റില്ല. കളഞ്ഞാൽ ഞങ്ങൾ അതിനെടുത്ത് വരും. അങ്ങനെയല്ല കളഞ്ഞിട്ടൊന്നുമില്ല. വേണമെങ്കിൽ പറയുകയാണെങ്കിൽ അവനെന്തോ സ്കൂളെന്തോ തുറന്നിക്കണ്. അപ്പോൾ അവന് അങ്ങനെ സ്കൂൾ പരിപാടിയൊക്കെ ആയിട്ട് അവർക്ക് സ്കൂളിപ്പോൾ തുറന്നിക്കാണ്. അവന് UK യിലാണ്. അതുകൊണ്ട് അവൻ്റെ സ്കൂളെന്തൊക്കെ തുറന്നുണ്ട്. അവന് സ്കൂളിൻ്റെ തിരക്കൊക്കെയാണ്. പിന്നെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോഴും നേരം വിളിച്ച് എണീച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാത്രിയാവും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. രാത്രി പറഞ്ഞിട്ടില്ല, ഒരു രാവിലെയൊക്കെ വെച്ചാൽ 5 മണിയൊക്കെ ആവും ആ സമയം. ഓൻ UK യിലാണ്. അപ്പോൾ ഇവിടെയും ഓൻ്റെ അവിടെയും 2-3 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതൊക്കെയാണ് രസം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഡെത്ത് ജസ്റ്റ് പറഞ്ഞ സംഭവമാണ്. ഇത് വെച്ചാൽ ഞങ്ങൾ ഈ സെർവറിൽ മോഡ് ഇട്ടിട്ടുണ്ട്. വെച്ചാൽ ഡെത്ത് ചത്താലില്ലേ വീട്ടിൽ കൂടാ പിക്കാക്സൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഞങ്ങൾ ഡെത്ത് ജസ്റ്റ് ഞങ്ങൾ സെർവറിൽ മോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ ചത്തിട്ട് ഇങ്ങനെ സൈൻ ബോർഡ് വെച്ചിട്ട് നമ്മുടെ ഡെത്ത് ചെസ്റ്റ് ഇന്ന് ബ്രാക്കറ്റിൽ അടിക്കുക വെച്ചു തരാം. ഇതുപോലെ ഡെത്ത് ചെസ്റ്റ് അടിച്ചിട്ടില്ല. ഇത് ഡെത്ത് ചെസ്റ്റ് നമ്മൾ അടിച്ചിരിക്കണേ. ഇതുപോലെ ഡെത്ത് ചെസ്റ്റ് അടിച്ചിട്ട് നമ്മുടെ പേരടിയിൽ എഴുതാം. നമ്മുടെ മൈൻക്രാഫ്റ്റ് ചെയ്ത പേര് ഗൈസ് വെച്ചാൽ നമ്മുടെ ഈ പേര് ഇതടിക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ഡെത്ത് ചെസ്റ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ അതിൽ വരും. ഇതൊന്ന് ചങ്കിലൂടെ അതിലൂടെ അതൊക്കെയാണ് ഇത്. ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ ഇവിടെ 5-6 ക്രീപ്പറൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഷിപ്പാണ് ഗൈസ്. പിന്നെ പെട്ടെന്ന് വീഡിയോ കഴിക്കണം ഗൈസ്. ഇത് ഞങ്ങളുടെ ട്രേഡിങ് ഹാള്, പിന്നെ സ്റ്റോറേജ്, ഇതിനുള്ള ട്രേഡിങ് ഹാള്. ഇത് പിന്നെ വില്ലേജസിനോട് കൊണ്ടുപോകേണ്ടതുകൊണ്ട് പറയുന്നത് ടെമ്പററിലി
ഞങ്ങളുടെ വെച്ചാൽ സ്റ്റോറേജ് ഇതിൻ്റെ പണിയും കൈകാണ്ട്. പിന്നെ വില്ലേജർ സെറ്റ് ആക്കണം ഇവിടെ. അത്യാവശ്യത്തിനൊക്കെ നല്ല ഇത് കഴിക്കണേ. ഇവിടെയൊക്കെ ഞാൻ കൊണ്ടുവരാനുണ്ട് അത്യാവശ്യത്തിനൊക്കെ. ഈ സെക്ഷനിൽ ഒരൊറ്റ അവിടെ ഇരിക്കണുള്ളൂ ഫ്ലെച്ചർ. ഇവിടെയൊക്കെ അയൺ സെയിൽ ചെയ്യാനുള്ളതും പിന്നെ ആർമറിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. ഇനി അവിടെ ഞങ്ങളുടെ ഫാർംസ് ഉണ്ട്. അയൺ ഫാം മാത്രമേ ഞങ്ങൾ സെപ്പറേറ്റ് പണിയത്. ബിക്കോസ് അതിൻ്റെ അടുത്ത് വേറെ വല്ല ഫാർമൊക്കെ വന്നാൽ ചിലപ്പോൾ വറക്കാൻ വേണ്ടി ഇരിക്കും. അങ്ങനത്തെ ഒരു ഇറങ്ങേട് പിടിച്ചൊരു പണിയാണ്. അതിൻ്റെ വല്ല കേവ് ഉണ്ടെങ്കിലോ അതും ഒരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് നല്ല അനുഭവമുണ്ട്. അതിൻ്റെ ഒരു വലിയ കേവുണ്ട്. അത് ഫുള്ള് ഞങ്ങൾ സ്പോൺ പ്രൂഫാക്കി. വെച്ചാൽ നമ്മുടെ സ്ലാബൊക്കെ വിരിച്ചിട്ട് അയങ്കോളം അതിനെ അടി സ്പോണാൻ വേണ്ടിക്കാൻ. അതൊക്കെ വലിയ ഇറങ്ങേറായിരുന്നു. ഇത് ഞങ്ങളുടെ കൈസ് ബോൺവിൽ ഫാർമാണ്. കാണിച്ചു തരാം. ഈ സാധനം ഇതൊക്കെ ഒറ്റ പ്രാവശ്യം തൊട്ടാൽ മതി കൈസ്. ഞാൻ ഒരു പ്രാവശ്യം അറിയാണ്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. ഇത് പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്നൊക്കെ അറിയില്ല കേട്ടോ. അത് അന്ന് ഞാൻ തൊട്ടതിന് ശേഷം ഇത് ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയില്ല. ഇത് വർക്കിംഗ് ആണ്. ഇത് വർക്കിംഗ് അല്ല തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഞാനന്നേ അറിയാണ്ട് ഇത് പിടിച്ച് നെക്കിലൊരു സാധനം. അതിന് ശേഷം ഇത് വർക്കിംഗ് അല്ല ഗൈസ്. പിന്നെ അവിടെ നമ്മുടെ വുഡ് ഫാർം ഉണ്ട്. അത് പൊളിഞ്ഞെടുക്കുകയാണ്. കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വേണമെങ്കിൽ പറയാമല്ലോ അത് പൊളിഞ്ഞെടുക്കും. ഇതെപ്പം നോക്കിയാലും ഇങ്ങനെ ഇത്ര നേരം ഓണൊക്കെ എടുക്കുന്നതെന്നൊക്കെ തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. ഇടയിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും ബോൺവിൽ. ഇതിപ്പോൾ ഞങ്ങൾ ഒരു ബിൽഡിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ അതിന് ബോൺവിൽ എടുത്തിട്ടുണ്ടായിരുന്നു വുഡിന് വേണ്ടിയിട്ട്. ഇതാണ് കേസ് ഞങ്ങളുടെ വുഡ് ഫാർം. ഇത് സത്യം പറയാലോ പൊളിഞ്ഞെടുക്കുക. എന്താ കാരണം വെച്ചാൽ ഞാനിവിടെ മാഡ് ബോയ് പറഞ്ഞ ചെക്കുണ്ട് ഞങ്ങളുടെ സർവറിൽ. ഓനാണ് ഞങ്ങളുടെ സർവറിലത്തെ ബിൽഡർ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ അവിടെ വന്നിട്ട് എന്താ പറയുക ആ പ്രഷർ പ്ലേറ്റും അറിയാണ്ട് ഞെക്കി. അപ്പം തന്നെ ഇത് ഫുള്ള് പോയി വേണമെങ്കിൽ പറയാം. അതിൽ TNT എന്തൊക്കെ വെക്കണം എന്നാലാണ് വർക്കാവുള്ളൂ. അതൊന്ന് വെക്കാത്തതിന് മുമ്പ് ഞാൻ വേണ്ട പ്രഷർ പ്ലേറ്റും ഞെക്കി. അപ്പോൾ ബ്രോക്കണായി. പിന്നെ ഓന് റീബിൽഡ് ചെയ്യല്ല. അപ്പോൾ ഓന് അതിൻ്റെ ഒരു TNT നോക്കി. അപ്പോൾ ഇത് ഫുള്ള് പൊട്ടി. ഇത് വീട് റീബിൽഡ് ചെയ്ത്. അപ്പോൾ വർക്കായില്ല. എന്താ വെച്ചാൽ ഒക്കെ ഒരു റെഡ് സ്റ്റോണിൻ്റെ പവർ എന്ത് സംഭവമാണ്. റെഡ് സ്റ്റോൺ പറ്റില്ല. അതുകൊണ്ട് ഇത് ബ്രോക്കണായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കാരണം അത്രയ്ക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല കഴിച്ച് ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ അവിടെ സ്പോണറിനെ പിടിച്ചു ഞങ്ങളുടെ നെതർ പോർട്ടലിൻ്റെ അടിയിൽ. അതിപ്പോൾ ഞാൻ അതിൻ്റെ പണി ചെയ്യാൻ വിചാരിച്ച് വീഡിയോ എടുക്കാൻ നിൽക്കിയിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ സൈഡിലേക്കുള്ള കുഴിച്ചൊക്കെ വെക്കുക വിചാരിച്ച് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട്. ഇനി സ്പോണർ നമ്മുടെ കൈ കൊണ്ട് പൊട്ടുപോയില്ലേ എന്നൊക്കെ. വെച്ചാൽ നമുക്ക് സ്പോണർ പൊട്ടിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിയാണ്ട് എൻ്റെ പൊട്ടിച്ചിങ്ങാണ് പറയാം. പോയി ഗൈസ്. ഇതിപ്പോൾ ഈ സെർവറിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇറ്റാച്ചി പറഞ്ഞ ഒരുത്തുണ്ട്. ഇറ്റാച്ചി കലാഗ FF. അവൻ ഞാനും അവിടെ കളിക്കായിരുന്നു. അവൻ എന്നോട് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. ഇപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ സാധനം ചെയ്ത് കാണിച്ചു തരാം. അതേ പൊട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തിന്നിട്ട് ആര് പറഞ്ഞിട്ടൊക്കെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും പറയും കഴിച്ചൊക്കെ നല്ല ഉറപ്പാണ്. എന്നാലും ഒക്കെ അല്ല കുറ്റബോധമുണ്ട് കഴിച്ച്. അതൊക്കെ അത്ര കഴിച്ച് ഇപ്പോൾ ശബ്ദം കിട്ടി കാണിച്ചു വെച്ചാൽ കേവാണ്. ഇവിടെ ഇരുന്നത് സ്പോണർ ഉണ്ടായിരുന്നത്. ഇതിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കഴപ്പ് പറയാൻ ഞാൻ അറിയാണ്ട് എടുത്തിട്ട് പൊട്ടിച്ച് കാണുക പറയാം. എന്താ ചെയ്യാനാ ഗൈസ്. കഴപ്പ് കുറച്ച് കൂടുന്നവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. മിക്കവാറും ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാവണം. രണ്ടാമത്തെ പ്രാവശ്യമില്ല, ഫസ്റ്റ് പ്രാവശ്യം. സ്പോണർ പൊട്ടിക്കാൻ പറ്റുന്ന നിൽക്കാറുണ്ടാവില്ല കേട്ടോ. അവിടെ വെറുതെ ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. ഇങ്ങനെ നിൽക്കാനുണ്ടാവില്ല. എന്നാലും സാഡായി ഗൈസ്. പിന്നെന്താ ഇത് കമ്മ്യൂണിറ്റി ജസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ സർവറിൽ പുതിയ വരുന്ന പ്ലേസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വക ഒരു കമ്മ്യൂണിറ്റി ജസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ സർവർ ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള പ്ലേസിനെ ഫുള്ള് തൂക്കിക്കൊണ്ടുപോയി. അതിൽ കുറച്ച് എമറാൾഡും അവർക്ക് ട്രേഡ് ചെയ്യാനൊക്കെ എമറാൾഡും പിന്നെ ബ്രെഡൊക്കെ വെച്ചിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് ആയാണ്. പിന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു വീടാണ്. പിന്നെ മടി പിടിച്ചിട്ട് ഇത് ഉണ്ടാക്കാണ്ടിരുന്നു വെച്ചാൽ കാരണം എന്ത് ഈ നമ്മുടെ സ്ഥലത്തിൽ കുറച്ച് പ്ലേസ് കൂടിയിട്ടേ ഇവിടെ കലകി വരെ കൂടിയിട്ട് ഇതിൻ്റെ കോളാക്കി പറയാ. ആ കോരൊക്കെ അതിന് മേലെ കഴിച്ചിട്ട് പണി എടുത്ത് ആ കോളായി. പിന്നെ ഇപ്പോൾ റീബിൽഡ് ചെയ്യാനൊക്കെ വയ്യ. ഒക്കെ മടിയായി. പിന്നെ ഞാൻ റീബിൽഡും ചെയ്തില്ല.
അതൊക്കെ ഉണ്ടായി ഗൈസ്. പിന്നെ ഇത് ഞങ്ങളുടെ വുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇത് മാത്രമല്ല അവിടെ ഉണ്ട്. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടെമ്പററി ഒരു സാധനം ഉണ്ടാക്കി വെച്ചാണ്. എഫിഷ്യൻ്റ് അല്ല വേണേ പറയാം. അല്ല അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഇത് ഞാൻ ബോൺവിൽ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചാണ്. ഇത് എന്നാലും ഞങ്ങൾ അത്ര ഉപയോഗിക്കാറില്ല. അവിടെ ബോൺവിൽ ഫാർമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ബോൺവിൽ അവിടെ ഇരിക്കണത് സത്യം പറഞ്ഞാൽ. ബ്രീഡർ ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളത് ആണ് ഗൈസ്. നമ്മളുടെ ഇതിൻ്റെ ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കാണിച്ചു തരാം മേലെ കയറിയിട്ട്. പിന്നെ നമ്മുടെ ബിബോ ഞാൻ പറയാൻ പറഞ്ഞത് എവിടെ ബിബോ ഹലോ ബിബോ. ഇവിടെ ഒരു ഹാപ്പി കാസ്റ്റനാണല്ലേ, അവൻ്റെ പേരാണ് ബിബോ ഗൈസ്. ഡൗട്ട് അടിക്കണമെങ്കിൽ എനിക്ക് എന്തായാലും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും ആരാണ് ബിബോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് നമ്മുടെ ഹാപ്പി കാസ്റ്റാണ്. ഇത് നമ്മുടെ AJ ബ്രോ വെച്ചാൽ AJ ഗെയിമിങ് വിത്ത് AJ അവൻ്റെ കുതിരയാണ്. AJൻ്റെയും AKൻ്റെയും നമുക്ക് എൻ്റെ നിൽക്കാൻ വേണം. ഇവിടെ തന്നെ ആവും. ഗ്ലാസിൻ്റെ ശബ്ദം ഇപ്പം തന്നെ കേട്ടല്ലോ. അവിടെ നിൽക്ക് കാഴ്ചയാണ് കണ്ടുപിടിക്കും. പട്ടി ഇവിടെ കിടന്ന് കറികൾക്ക് നിൽക്കുന്നതല്ലോ. റണ്ടർ ഡിസ്റ്റൻസ് ഒന്നും ലോഡായില്ല. അതുകൊണ്ട് ഇവനെ കണ്ടില്ല കഴിച്ച് സത്യം പറയുകയാണെങ്കിൽ. ഇതിപ്പോൾ എന്തുള്ളി എടുക്കുന്നില്ലേ? ബ്രെഡ് വേണറാ എന്താ പറയുക. ഇവനെപ്പോൾ കൊല്ലാവുന്നത് ഇന്നത് കൊല്ലില്ല. അല്ലേ ബീപ്പോ ഇന്ന് കിട്ടിയിട്ടുണ്ട് സത്യം പറയുമ്പനെ. ആദ്യം ചിത്ര എടുത്തു വരണ ചുട്ടി. ഞാനല്ലെങ്കിൽ ക്ലൈം ചെയ്തതിൻ്റെ മേത് കൂടെ കയറുന്നുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ സർവർ ടൂർ. അപ്പോൾ സർവർ ടൂർ എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു സത്യം പറയാൻ ഒരു വീഡിയോ കിട്ടുകയാണ്. പക്ഷേ കണ്ടന്റ് ഇല്ലാത്തൊരു വീഡിയോ ഇട്ടാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ്. കാണിച്ചതിന് മേലെ ഫുൾ വ്യൂ ഓഫ് ദി സെർവർ. ഇതാണ് ഗൈസ് നമ്മളുടെ ഒരു ബേസിൻ്റെ ഫുൾ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടേക്കൊന്നും ലോഡ് ആവുന്നില്ല. ഇതാണ് ഞങ്ങളുടെ സെർവർ. ഇതാണ് ഞങ്ങൾ പണിയെടുത്തിരുന്നത് ഒരു 5 ആഴ്ച അല്ല 5 ആഴ്ച 2 ആഴ്ച വെച്ച്. ഇതാണ് ഞങ്ങളുടെയൊക്കെ സെർവറും അതിൻ്റെ പണിയെടുത്ത കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം ചുരുക്കിയിട്ട്. സത്യം പറയാം ഞങ്ങൾ ഇവിടെ നല്ല സ്പോൺ ചെയ്ത്. അവിടെ ഒരു സ്പ്രൂസ് ഫോറസ്റ്റ് ഉണ്ട്, അവിടെ ഞങ്ങൾ സ്പോൺ ചെയ്തത്. അതാണ് ഇതിലൊരു പൊട്ട സ്ഥലം. പിന്നെ മാഡ് ബോയ് ആണ് ഈ ഒരു വില്ലേജൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ അവനൊക്കെ കണ്ട് വന്നത് ആ സൈഡിലെങ്ങാണ്ടായിട്ടാണ് നമ്മളുടെ സ്പോണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് മാഡ് ബോയ് ആണ്. എനിക്ക് പിന്നെ കോഡിനേഴ്സൊക്കെ ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഇറ്റാച്ചിയാണ് ഇനി അങ്ങോട്ട് പോകുന്നത് സത്യം പറയുകയാണെങ്കിൽ. ഇത് നമ്മുടെ ഫസ്റ്റ് ഒരു കേവാണ്. അവിടെ ഞങ്ങൾ ആക്കെ എന്തിനപ്പം ഞാൻ പറയുന്നില്ലേ. അതൊക്കെ തന്നെയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.